ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും. അപ്പോൾ വെൽക്കം ബാക്ക് ടു ബ്ലോസം ബ്രേസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ ബേബി നെയിൽ ട്രിമ്മറായിട്ടാണ് കേട്ടോ. ഒരുപാട് ഉമ്മമാർ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത്. ഇപ്പം വാട്സപ്പിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും ഒക്കെ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഈ നെയിൽ ട്രിമ്മർ നല്ലതാണോ, എവിടെ നിന്നാണ് ഇത് വാങ്ങിച്ചത്, എത്ര രൂപയായി, പിന്നെ ഇത് ഉപകാരമുള്ളതാണോ അതോ വേസ്റ്റ് ഓഫ് മണിയാണോ, ഇതുകൊണ്ട് എങ്ങനെ കട്ട് ചെയ്യുക എല്ലാം ചോദിച്ചിട്ട് ഒരുപാട് എൻക്വയറീസ് വന്നിരുന്നു. അവർക്കൊക്കെ ഞാൻ പ്രൈവറ്റായിട്ട് ഞാൻ മെസ്സേജിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്കൊന്ന് ഇതൊരു വീഡിയോ ആക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരുപാട് പേർക്ക് ഇതൊരു ഉപകാരപ്പെടും തോന്നിയിട്ട് അതുകൊണ്ട് ഞാൻ വീഡിയോ ആക്കാമെന്ന് വെച്ചത്. അപ്പോൾ എനിക്കും ഉണ്ടായിരുന്നു ഇത് വാങ്ങിക്കുന്നതിന് മുന്നേ ഇത് വാങ്ങിയതുകൊണ്ട് ഉപകാരം ഉണ്ടാവുമല്ലോ എന്നൊക്കെ ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിത് വാങ്ങിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ വാങ്ങിച്ചിട്ടിപ്പോൾ ഒരു 8-9 മാസമായിട്ടുണ്ടാവും വാങ്ങിച്ചിട്ട്. അപ്പം ഇത് വാങ്ങിച്ചത് ഞാൻ ഒരു യൂട്യൂബ് ഇൻഫ്ലുവൻസറിൻ്റെ വീഡിയോ കണ്ടിട്ടാണ്. അവരെ ബേബീൻ്റെ നെയിൽ ഇങ്ങനെ ട്രിം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചത്. എനിക്ക് എല്ലാവരും പോലെ തന്നെ ബേബി ഉണ്ടായ സമയത്ത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു നെയിൽ കട്ട് ചെയ്യാൻ. അപ്പോൾ നെയിൽ ട്രിമ്മർ അവരിങ്ങനെ ചെയ്തിട്ടപ്പോൾ എനിക്ക് തന്നെ ഇനി കട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് വാങ്ങിച്ചത്. അപ്പോൾ ഇത് എനിക്ക് ഉപകാരപ്പെട്ടോ ഇല്ലയോ ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളൊക്കെ പറയാം. അപ്പോൾ നിങ്ങൾ എന്താക്കുക, വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. അപ്പം എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ എന്താക്കാം, റിപ്ലൈ തരും. അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പം ഇതാണ് പ്രൊഡക്റ്റ്. ഓക്കെ, ബേബി നെയിൽ ട്രിമ്മർ. ഞാനിത് വാങ്ങിച്ചത് മീഷോ എന്നാണ്. അറൗണ്ട് 250 റുപ്പീസിൻ്റെ അടുത്താണ് ഇതിൻ്റെ റേറ്റ് വന്നത്. കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ ഈ റേറ്റിന് താഴെയുള്ളതും മുകളിലുള്ളതൊക്കെ കേട്ടോ. ഞാൻ കുറച്ച് ക്വാളിറ്റിയും അതിൻ്റെ റിവ്യൂസൊക്കെ നോക്കിയപ്പോൾ എനിക്ക് നല്ലതായി തോന്നി. അങ്ങനെയാണ് ഞാൻ അത് വാങ്ങിച്ചത് കേട്ടോ. മീഷോ എന്നാണ് വാങ്ങിച്ചത്. അപ്പം ഈ ട്രിമ്മറിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അവർ 6 ഹെഡാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ട്രിമ്മറിൻ്റെ ബോക്സ് ഇതാണ്. ഇതിൻ്റെ എല്ലാ സംഭവങ്ങളും, ഇതിനെ പറ്റിയുള്ള എല്ലാ സംഭവങ്ങളും അതേപോലെ തുറന്ന് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് കേട്ടോ ട്രിമ്മർ. ഇതിൻ്റെ കൂടെ അവർ ഇൻസ്ട്രക്ഷൻ മാനുവലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ മാനുവലിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാതും കൊടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെ യൂസ് ചെയ്യാം, വർക്കിംഗ് മോഡ്സ് ഏതൊക്കെയാണ്, പ്രൊഡക്റ്റിൻ്റെ കോമ്പണൻസ് എന്തൊക്കെയാണ്, അതേപോലെ അതേ പറഞ്ഞില്ല ഈ 6 ഹെഡുകൾ 6 ഹെഡ്സ് അത് എന്തൊക്കെയാണ്, എന്തിനൊക്കെയാണ്, ആർക്കൊക്കെയാണ് യൂസ് ചെയ്യുക ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നോക്കിയാൽ തന്നെ നമുക്ക് എല്ലാം മനസ്സിലാവും എങ്ങനെ യൂസ് ചെയ്യണമൊക്കെ. അപ്പം ഇതാണ് നമ്മളെ നെയിൽ ട്രിമ്മർ വന്നിട്ട്. ഓക്കെ, ഇത് ഞാൻ ഓപ്പൺ ആക്കി കാണിച്ചു തരാം. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇതാണ് നെയിൽ ട്രിമ്മർ. ഓക്കെ, ഇത് വലിയ സൗണ്ടുള്ള സാധനമൊന്നുമല്ല കേട്ടോ. അപ്പോൾ ബേബീസ് ഉറങ്ങുന്ന സമയത്താണെങ്കിൽ നമുക്ക് നെയിൽ ട്രിം ചെയ്ത് കൊടുക്കാൻ കഴിയും. ഇതിൽ ഇവർ പറഞ്ഞിട്ടുണ്ട് 3 ബേബീസിനും 3 മോമീസിനുമാണ്. അതൊക്കെ ഇതിൻ്റെ പുറത്ത് ഈ ഇൻസ്ട്രക്ഷൻ മാനുവലിലും അതേപോലെ ഈ ബോക്സിൻ്റെ പുറത്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബോക്സിൻ്റെ പുറത്തുള്ള കുറച്ച് വലിയ എഴുത്തായതുകൊണ്ട് ഞാൻ ഇതിൽ പറഞ്ഞുതരാം. സെയിം കാര്യം തന്നെ അവിടെയും ഇതിലൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതിൽ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ഫോർ ബേബീസ് അല്ലെങ്കിൽ കിഡ്സിന് 3 ഹെഡ് ഉണ്ട്. അതായത് പർപ്പിളും ബ്ലൂവും യെല്ലോയും, ഈ 3 ഉള്ളത്. അതിൽ ഈ പർപ്പിൾ കളർ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? പർപ്പിൾ കളർ സൂപ്പർ ഫൈൻ ഗ്രൈൻഡിങ് ഹെഡാണ്. ഇത് യൂസ് ചെയ്യുന്നത് 0 to 3 months, അതായത് ന്യൂ ബോൺ ബേബീസ് ഉണ്ടല്ലോ, അപ്പം നമ്മൾ ഈ 90 കഴിയാത്ത ബേബീസ് എന്നൊക്കെ പറയുമല്ലോ, അവർക്കാണ് ഈ പർപ്പിൾ കളറുള്ള ഹെഡ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെയൊക്കെ ഈ റഫ്നെസ് ഉണ്ടല്ലോ, അതിൽ വ്യത്യാസമുണ്ട് കേട്ടോ. അത് നമുക്ക് ഇതിന്മേൽ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതാണ് ഇത് ബേബീസിനും മോമീസിനും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കാറ്റഗറി ചെയ്യാനുള്ള കാരണം. ഇത് ഈ ജനിച്ച ഉടനെ എന്തായിരിക്കും, ബേബീസിൻ്റെ സ്കിന്ന് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും അല്ലേ, പെട്ടെന്ന് ബ്ലഡ് വരും മുറിവൊക്കെ ആയാൽ. അതുകൊണ്ട് ഇത് അത്രയും സോഫ്റ്റാണ്. സോഫ്റ്റ് മീൻസ് ഭയങ്കര സോഫ്റ്റ് അല്ല, നെയിൽ ട്രിം ചെയ്ത് പോകാൻ മാത്രം ആ രീതിയിലുള്ള സോഫ്റ്റ്നെസ്. അതൊരു 3 months ഒക്കെ ആകുമ്പോൾ എന്താവും, ബേബീസിൻ്റെ സ്കിന്ന് കുറച്ചുകൂടെ ഹാർഡാവും. അതുകൊണ്ടാണ് അവർ ഹെഡ് വീണ്ടും ചേഞ്ച് ആക്കുന്നത്. ഓക്കെ, അപ്പോൾ എനിവേ ഇതാണ് 0 to 3 months വരെ, അതായത് ന്യൂ ബോൺ ബേബീസിനെ യൂസ് ചെയ്യുന്ന ഹെഡ് എന്ന് പറഞ്ഞാൽ. എനിക്ക് അങ്ങനെ ഫിക്സ് ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ. ഇതാണ് നമ്മളെ നെയിൽ ട്രിമ്മർ വന്നിട്ട്. ഇതിൽ നമ്മൾ ജസ്റ്റ് ജെൻറ്റലായിട്ട് ഇവിടെ നിന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, ഇത്രേ ഉള്ളൂ.
ഓക്കെ. ജെൻറ്റലായിട്ട് പ്രസ് ചെയ്താൽ ഭയങ്കര ഹാർഡാക്കിയിട്ട് ഇതാക്കൊന്നും വേണ്ട കേട്ടോ. ജെൻറ്റലായി പ്രസ് ചെയ്താൽ തന്നെ ഇത് ഇതിന്മേൽ ഫിക്സ് ആവും. ഓക്കെ. എന്നിട്ട് ഇവിടെ കണ്ടോ, ഇവിടെ മോഡ്സ് ഉണ്ട്. ഇത് നമ്മളിങ്ങനെ ചേഞ്ച് ആക്കി കൊടുക്കുക. ഫസ്റ്റ് R1 മോഡിൽ ഇട്ട് വെക്കുക. അപ്പോൾ ഇത് മെല്ലെ ഇത് പോവുള്ളൂ. പിന്നെ അത് മാത്രമല്ല പറഞ്ഞില്ല, ഇത് നൈറ്റ് യൂസിന് പറ്റും. നൈറ്റ് യൂസിന് പറ്റും പറയാൻ കാരണം ഇത് കണ്ടോ, ലൈറ്റ് ഉണ്ട്, ലൈറ്റൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അത് ഓഫാക്കി കാണിച്ചു തരാം. ഇപ്പം ഉണ്ടോ, ഇതിന് ലൈറ്റ് ഇല്ലല്ലോ. അപ്പം നമ്മൾ ലെവലൊന്ന് കൊടുക്കുമ്പോൾ ഇത് ലൈറ്റ് വരും. അതായത് കുട്ടികൾ ഉറങ്ങുന്ന സമയത്തൊക്കെ വേണമെങ്കിൽ ഇതിന് നോയ്സും ഇല്ല, ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താക്കാം, ഉറങ്ങുന്ന സമയത്തൊക്കെ നമുക്ക് നെയിൽ ട്രിം ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ. ഇതിപ്പോൾ ജെൻറ്റലായിട്ടാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ലെവലൊന്നുകൂടി ഹൈ ആക്കിയാൽ ഇതൊന്നുകൂടി സ്പീഡ് കൂട്ടുക. അതൊക്കെ നമ്മളെ ഇതിനനുസരിച്ചിട്ടോ. അതായത് നമ്മളിങ്ങനെ ഫസ്റ്റ് നമ്മളെ നെയിലൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഈ പേടിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അതേപോലെ ഇതിന് താഴേക്കുണ്ട് അതേപോലെ ലെവൽ. ഓക്കെ. എനിവേ അങ്ങനെയാണ് ഇതിൻ്റെ എന്താ പറയുക യൂസേജ്. ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ഇത് കിട്ടുമ്പോൾ നമ്മൾ എന്തായിട്ടണം, ഞാൻ പറയാൻ വിട്ടോ, ഇതിൽ നമ്മൾ ബാറ്ററി ഇൻസേർട്ട് ചെയ്യണ്ടോ. ഇതിൽ ബാറ്ററി അവർ പ്രൊവൈഡ് ചെയ്തതിന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ അല്ലേ ഒരുപാട് കാലമായി ഞാൻ വാങ്ങിച്ചിട്ട്, ഒരു 9-10 മാസങ്ങളായി ഞാൻ വാങ്ങിച്ചിട്ട് ഒരുപാടായിന്. അപ്പം എനിവേ ഇതിൽ എന്താക്കുക, ബാറ്ററി ഇൻസേർട്ട് ചെയ്യുക, ഇത് ക്ലോസ് ചെയ്യുക, പിന്നെ ഇതെന്താക്കുക, നമ്മളെ ലെവൽ മാറ്റി കൊടുക്കുക, നെയിൽ ട്രിം ചെയ്യുക. അത്രേ ഉള്ളൂ. സിമ്പിൾ പ്രോസസ്സാണ്. വലിയ ഹാർഡായിട്ടുള്ളതും കുറേ എന്താ പറയുക ഭയങ്കര എന്താ പേടിക്കേണ്ട കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. സിമ്പിളാണ്. ഓക്കെ. അപ്പോൾ ഇത് ന്യൂ ബോൺ ബേബീസിൻ്റെ ആണ്. പിന്നെ ഇതിലൊരു ബ്ലൂ വൺ വന്നിട്ടുണ്ട്, യെല്ലോ വൺ. ഇതാണ് 4 to 11 months, അതായത് 1 year വരെ. ഇത് 3 months വരെ നമ്മൾ പർപ്പിൾ യൂസ് ചെയ്യും. പിന്നെ 4 മുതൽ 11 month വരെ നമ്മൾ ഈ യെല്ലോ കളർ ഹെഡാണ് ബേബീസിന് യൂസ് ചെയ്യുക. ഓക്കെ. ഇതും സെയിമാണ്, ജസ്റ്റ് ജെൻറ്റലായിട്ട് പ്രസ് ചെയ്താൽ മതി. ഇവിടെ ലെവൽ ചേഞ്ച് ആക്കി കൊടുക്കാം. ഓക്കെ. പക്ഷേ ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇത് ഇച്ചിരി കൂടെ ഹാർഡാണ്. മറ്റേതിനെ കമ്പയർ ചെയ്യുമ്പം ഇത് ഇച്ചിരി കൂടെ ഹാർഡാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കുട്ടികളുടെ സ്കിന്ന് മാറുന്നതിനനുസരിച്ച് എന്താവും, ഇതും ഇതിൻ്റെ റഫ്നെസ്സും എല്ലാ കാര്യങ്ങളും ചേഞ്ച് വരും. ഓക്കെ. അതാണ് ഇതൊരു അറൗണ്ട് 1 year വരെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. 4 to 11 months വരെ. അതാണ് യെല്ലോ ഹെഡ്. പിന്നെ നെക്സ്റ്റ് വൺ വന്നിട്ട് ബ്ലൂ ഹെഡ്. ബ്ലൂ ഹെഡ് എന്ന് പറഞ്ഞാൽ 12 month ആൻഡ് അപ്പ്, അതായത് ഹാർഡ് ടൈപ്പാണ്. ഇതിന് മുന്നേ ഉള്ളത്, അതായത് ഈ പർപ്പിൾ എന്ന് പറയുന്നത് സോഫ്റ്റ് ആയിരുന്നു, ഇതൊരു മീഡിയം ടൈപ്പായിരുന്നു കേട്ടോ യെല്ലോ. ഇത് ഹാർഡ് ടൈപ്പാണ്. അപ്പം ഇത് എന്താ പറയുക 1 year അതിന് മുകൾക്കൊക്കെ ആയാൽ നമുക്ക് ഈ ബ്ലൂ വണ്ണാണ് യൂസ് ചെയ്യുക. ഓക്കെ. അപ്പം ഓരോ ഏജ് ഗ്രൂപ്പിനനുസരിച്ച് ഇത് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞില്ല, അത് ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ മാനുവലും അതേപോലെ ഈ ബോക്സിൻ്റെ പുറത്തും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കിങ്ങനെ എന്താ പറയുക പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും, വലിയ ഡൗട്ട് വരുന്ന കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ടത് ഈ 3 പറഞ്ഞു, ഇത് ബേബീസിനുള്ളതാണ്. ഇനിയുള്ള 3 ഉണ്ടല്ലോ, അത് ഫോർ അഡൽട്ടാണ്. ഓക്കെ. അതായത് മമ്മീസിന് അല്ലെങ്കിൽ വേറെ മുതിർന്ന ആൾക്കാർക്ക് യൂസ് ചെയ്യാനുള്ളതാണ് ബാക്കിയുള്ള 3 എന്ന് പറയുന്നത്. ഓക്കെ. അത് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഫോർ അഡൽട്ട്. അതിലിതാ ഒരു സിലിണ്ടറിക്കൽ ഗ്രൈൻഡിങ് ഹെഡ്, അതായത് ഇതുണ്ടല്ലോ, ഇതൊരു ഗ്രൈൻഡിങ് ഹെഡാണ്. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഫോർ അഡൽറ്റിനാണെന്ന് പറഞ്ഞല്ലോ, മമ്മീസിനൊക്കെ യൂസ് ചെയ്യാനുള്ളതാണ്. അത് ഈ നെയിലിൻ്റെ എഡ്ജസ് ഉണ്ടാവുമല്ലോ, അത് ഗ്രൈൻഡ് ചെയ്യാനാണ്. നമ്മളെ നെയിലിൻ്റെ എഡ്ജസ് ഗ്രൈൻഡ് ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുക. ഇതും സെയിം ആയിട്ട് ഇതിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് ഹാർഡായിട്ടുള്ള പ്രോസസ്സല്ല, ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, ഇത് ലെവൽ മാറ്റി കൊടുക്കുക. ഓക്കെ. അങ്ങനെ ചെയ്യുക. അത്രയേ ഉള്ളൂ, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഓക്കെ. അതിനപ്പം ഇങ്ങനെ ചെയ്ത് കാണിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ. അപ്പം അത്രയേ ഉള്ളൂ. ഇതാണ് സിലിണ്ടറിക്കൽ ഗ്രൈൻഡിങ് ഹെഡ്. നെയിലിൻ്റെ കോർണറൊക്കെ ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്യാനുള്ള കേട്ടോ. പിന്നെ അടുത്തത് മെറ്റൽ ഗ്രൈൻഡിങ് ഹെഡ്. ഇതാണ് മെറ്റൽ ഗ്രൈൻഡിങ് ഹെഡ്. ഗ്രൈൻഡിങ് ദ ഡെഡ് സ്കിൻ, അതായത് ഇപ്പം നമ്മളെ ഈ നെയിലിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഡെഡ് സ്കിന്നൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഗ്രൈൻഡ് ചെയ്യാൻ അങ്ങനെയൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇതാണ് മെറ്റൽ ഗ്രൈൻഡിങ് ഹെഡ്. പിന്നെ ഉള്ളത് സോഫ്റ്റ് പോളിഷിങ് ഹെഡ്. അത് ഈ വൈറ്റ് വണ്ണാണ് സോഫ്റ്റ് പോളിഷിങ് ഹെഡ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ നോർമൽ പ്രൊസീജിയർ, നമ്മൾ ഈ എന്താ പറയുക നെയിൽ ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കേട്ടോ. ഞാൻ പറയില്ല, ഈ 3 അഡൽറ്റിനാണ്. ആകെ ശ്രദ്ധിക്കാനുള്ള ഇത്രയേ ഉള്ളൂ. ഈ 3 അഡൽറ്റിനാണ്, ഈ 3 ബേബീസിനാണ്. ഓക്കെ. അത്രയേ ഉള്ളൂ. അല്ല വേറെ ഇതിൽ മനസ്സിലാക്കി വെക്കാൻ മാത്രം കുറേയൊന്നുമില്ല. ഓക്കെ.
അപ്പോൾ ഇതാണ് ഇത്ര അതായത് ഈ 6 ഹെഡേഴ്സും ഒരു ട്രിമ്മറും ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിനാണ് ടോട്ടൽ ഞാൻ പറഞ്ഞില്ലേ അറൗണ്ട് 250 റുപ്പീസാണ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ നെയിൽ ട്രിമ്മറിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ്, ഈ ഒരു പ്രൈസിന് ഇത് വർത്താണോ അല്ലേ? അപ്പം ഞാൻ എന്താ പറയുക, ഞാൻ പറഞ്ഞില്ല ഇത് യൂസ് ചെയ്യാണ്ട് തന്നെ കാരണം ഞാനൊരു യൂട്യൂബ് ഇൻഫ്ലുവൻസർ ചെയ്യുന്നത് കണ്ടിട്ടാണ്. അപ്പോൾ അവരൊക്കെ നല്ല സ്മൂത്തായിട്ട് ആ കുട്ടീൻ്റെ നെയിൽ ഇങ്ങനെ ട്രിം ചെയ്ത് കൊടുത്തൊക്കെ ചെയ്തു. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിത് വോത്തല്ല. ഐ മീൻ ഞാൻ വാങ്ങിച്ചിട്ട് ആകെ 1-2 പ്രാവശ്യം മാത്രം ഞാൻ അതൊന്ന് ട്രിം ചെയ്തിട്ടുള്ളൂ. കാരണം ഇതിന് എനിക്ക് ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് പറയുകയാണെങ്കിൽ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയത് ഇതിന് കുറച്ച് സമയം പിടിക്കുന്നുണ്ട്. പെട്ടെന്നൊന്നും ട്രിം ചെയ്ത് കളയാൻ പറ്റില്ല. അപ്പം അടങ്ങി നിൽക്കുന്ന കുട്ടികൾ, അപ്പോൾ ഇത് എന്താ പറയുക, വലിയ ഇഷ്യൂസൊന്നും ഉണ്ടാക്കാതെ കുറച്ച് ഒതുങ്ങിയ മക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് തുടങ്ങാൻ ട്രിം ചെയ്ത് കൊടുക്കാം. പക്ഷേ എൻ്റെ ബേബി അത്ര ഒതുങ്ങി നിൽക്കുന്ന ആളല്ല. മൂപ്പര് ഭയങ്കര എന്താ പറയുക, പെട്ടെന്ന് പരിപാടി തീർക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കിത് അത്ര യൂസ്ഫുള്ളായിട്ട് തോന്നിയില്ല. പിന്നെ ഈ നമ്മൾ അഡൾട്ടിൻ്റെ ഇതുണ്ടല്ലോ, ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. എൻ്റേത് ഓക്കെ, ഈ 3 ഹെഡ് ഓക്കെ, എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ബേബിക്ക് വാങ്ങിയത് ലാസ്റ്റ് ഞാൻ എന്താക്കേണ്ടി വന്നു, നെയിൽ കട്ടർ തന്നെ വാങ്ങിക്കേണ്ടി വന്നു. ആ നെയിൽ കട്ടർ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ടൈം കാണിച്ചുതരാം. ഓക്കെ, ഏതാണ് ഞാൻ വാങ്ങിച്ചൊക്കെ കാണിച്ചുതരാം. അപ്പം അങ്ങനെയാണ് എൻ്റെ അവസ്ഥ. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് ഇതേപോലെ അവൾക്ക് ഞാൻ അതുപോലെ റെക്കമെൻഡ് ചെയ്ത് കൊടുത്തിരുന്നു. എന്താ പറയുക, ഞാൻ വാങ്ങിച്ച സമയത്ത് ഞാൻ ഈ വീഡിയോ അവൾക്ക് ഷെയർ ആക്കി കൊടുത്തിരുന്നു, ആ യൂട്യൂബ് ഇൻഫ്ലുവൻസറിൻ്റെ. അപ്പം അവളത് കണ്ടിട്ട് വാങ്ങിച്ചിരുന്നു. പക്ഷെ അവൾ എന്നോട് നല്ല പോസിറ്റീവ് റിവ്യൂ ആയിട്ടാണ് പറഞ്ഞത്. അതായത് അവൾക്ക് അതുകൊണ്ട് എന്താക്കാൻ പറ്റി, അവളെ കുട്ടിയുടെ നെയിൽ ട്രിം ചെയ്ത് കൊടുക്കാൻ പറ്റി. ആ കുട്ടി അത്ര പ്രശ്നക്കാരനല്ല തോന്നുന്നു, അതുകൊണ്ടായിരിക്കും. എന്താ പറയുക, അവൾ പറഞ്ഞു എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി, കുഴപ്പമൊന്നുമില്ല ഒക്കെ പറഞ്ഞു. പക്ഷേ ബേബീൻ്റെ നെയിൽ കട്ട് ചെയ്യാൻ അവന് തീരെ സമ്മതിച്ചിട്ടില്ല കേട്ടോ. ഞാൻ വേറെ നെയിൽ കട്ടർ വാങ്ങിച്ച്. അപ്പോൾ എനിക്കിത് വലിയ യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എല്ലാ ബേബീസും ഒരേപോലെയല്ല. ചിലരെന്താക്കും, അതായത് നമ്മളെ ലെക്ക് അനുസരിച്ചാണ്. അപ്പം നമ്മൾ ടോയ്സ് വാങ്ങുമ്പോൾ തന്നെ ശ്രദ്ധിക്കാം, ചില ബേബീസിന് ആ ടോയ്സ് ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷേ നമ്മളെ ബേബീസിന് അത് കണ്ട് നമ്മൾ വാങ്ങിച്ചാൽ അപ്പോൾ അവർക്ക് പറ്റിയുണ്ടാവില്ല. ഓക്കെ, അതായത് ഓരോ ബേബീസും ഓരോ പോലെയാണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്കത് 100% വേർത്താണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ അല്ല, ഓരോരുത്തർക്ക് അനുസരിച്ചാണ്. ചിലവർക്കത് നല്ല യൂസ്ഫുൾ ആയിരിക്കും, ചിലർക്കത് ആയിട്ടുണ്ടാവില്ല. ഓക്കെ, അതാണ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാനുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ നെയിൽ കട്ടർ വാങ്ങിച്ചു. ഇതാണ് ഞാൻ വാങ്ങിച്ച നെയിൽ കട്ടർ. ഓക്കെ, ഇത് ഞാനിവിടെ അടുത്തുള്ള ഷോപ്പിൽ നിന്നാട്ടാണ് വാങ്ങിച്ചത്. ഇത് നമുക്ക് മീഷോയിലും ഫ്ലിപ്പിലും ആമസോണിലും എല്ലാം കിട്ടും. നമ്മൾ ജസ്റ്റ് വേണമെങ്കിൽ ഞാൻ ഈ 2 പ്രൊഡക്റ്റിൻ്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇത് എനിക്ക് പെട്ടെന്ന് വാങ്ങിക്കേണ്ട ആവശ്യം വന്നതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. നമുക്ക് പെട്ടെന്ന് ഡെലിവറി ആയി കിട്ടില്ലല്ലോ ഓൺലൈനായിട്ട് വാങ്ങിക്കുമ്പോൾ, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വാങ്ങിച്ചതാണ്. അപ്പം ഈ നെയിൽ കട്ടർ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, വാങ്ങിക്കുകയാണെന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ചെറിയ നെയിൽ കട്ടർ വാങ്ങിക്കുക. അതുമാത്രമല്ല, ഇതേപോലെ ബേബീസിൻ്റെ നെയിൽ കട്ട് ചെയ്യാനെന്ന് പറഞ്ഞാൽ തന്നെ എന്താകും, ചെറിയ നെയിൽ കട്ടർ ഇതുപോലെ കേവേഡ് ഹെഡൊക്കെ ഉള്ള നെയിൽ കട്ടർ നമുക്ക് കിട്ടും. ഓക്കെ, അങ്ങനത്തെ നെയിൽ കട്ടർ വാങ്ങാൻ ശ്രദ്ധിക്കുക. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ ബേബീസിൻ്റെ എന്താ പറയുക, നെയിൽ കട്ട് ചെയ്യാൻ കുറച്ച് സമയം പിടിക്കുന്ന കാര്യമാണ്. പെട്ടെന്ന് നമ്മൾ നെയിൽ കട്ട് ചെയ്യുന്ന പോലെയല്ല, ബേബീസിൻ്റെ നെയിൽ കട്ട് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ എന്താവും, നമുക്കിങ്ങനെ കുറേ നേരം ഇങ്ങനെ പിടിച്ചിങ്ങനെ നിൽക്കുമ്പോൾ എന്താവും, നമ്മൾ ഫിംഗേഴ്സൊക്കെ ഭയങ്കര വേദന, നമ്മളെ വിരലുകളൊക്കെ നല്ല വേദനയൊക്കെ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഇതേപോലെ കുറച്ച് കേവേഡ് ആയിട്ടില്ലേ, കുറച്ച് ഇത് കണ്ടില്ലേ, ഇതിന് ഷേപ്പിനൊക്കെ നല്ല വ്യത്യാസമുണ്ട്. ഇത് കണ്ടാൽ മനസ്സിലാവും, കണ്ടില്ലേ. അപ്പം ഇതുപോലത്തെ നെയിൽ കട്ടർ വാങ്ങിക്കുക ബേബീസിനായിട്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട, ഈ ബേബീസിൻ്റെ നെയിൽ കട്ടർ വേറെ ആരും യൂസ് ചെയ്തിട്ടോ, അത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഓരോരുത്തർക്കും ഓരോ പേഴ്സണലായിട്ട് നെയിൽ കട്ടർ വേണം. ഇതിങ്ങനെ ചില ആളുകളൊക്കെ ഉണ്ട്, ഞാൻ ശ്രദ്ധിച്ചില്ല, ചില വീട്ടിൽ പോകുമ്പോൾ എല്ലാവർക്കും ഒരൊറ്റ നെയിൽ കട്ടർ ആയിരിക്കും. അങ്ങനെ ഒന്നും ആക്കരുത്, ഓരോരുത്തർക്കും ഓരോ നെയിൽ കട്ടറിനെ സെപ്പറേറ്റ് ആക്കുക. പ്രത്യേകിച്ച് ബേബീസിൻ്റെ വേറെ ആരും യൂസ് ചെയ്യരുത്. അപ്പം കണ്ടില്ലേ, ഇങ്ങനത്തെ കേവേഡ് ആയിട്ടുള്ള ഹെഡ് ഉള്ളതൊക്കെ വാങ്ങിക്കുക. ഓക്കെ, നെയിൽ കട്ടർ വാങ്ങിക്കുമ്പോൾ. കാരണം നമ്മളെ വിരലിങ്ങനെ വേദനിക്കും കുറേ നേരം ഇങ്ങനെ പിടിച്ചിരിക്കുമ്പോൾ. പിന്നെ ഇത് യൂസ് ചെയ്യാൻ പേടിയുള്ള മമ്മീസിനോട് എനിക്ക് പറയാനുള്ളത്, ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഭയങ്കര പേടിയുള്ള ഒരാളായിരുന്നു. എനിക്ക് എന്താ പറയുക, ഈ ഫസ്റ്റ് ടൈം മമ്മീസൊക്കെ ആവുകയാണെങ്കിൽ പ്രത്യേകിച്ചും നമുക്കെന്താവും, നമുക്ക് നല്ല പേടിയായിരിക്കും, നമുക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ.
പക്ഷേ നമുക്ക് എല്ലാ കാര്യത്തിലും മറ്റൊരാൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അല്ലേ. നമ്മളെ ഉമ്മമാരെ അമ്മമാരെ ആരെന്ന് വെച്ച് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. പക്ഷേ എല്ലാം ശരിയാവും. ഓക്കെ, നിങ്ങൾ തന്നെ എല്ലാം പഠിക്കും. എനിക്ക് അത്രേ പറയാനുള്ളൂ. അതായത് നമ്മളെന്താ പറയുക, നമ്മൾ പേടിക്കേണ്ട, നമ്മളെല്ലാം പഠിക്കേണ്ട ആൾക്കാരാണ്. ഓക്കെ, നമ്മൾ നിലഞ്ഞിപ്പം ഉപ്പമാരാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനെ പറയാനുള്ളത്, നമ്മൾ എന്താ പറയുക, പേടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. എന്താവും, നമുക്ക് പഠിക്കാൻ കഴിയും. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ഇത് വേണ്ട. നെയിൽ കട്ടർ വാങ്ങിച്ചോ, അതായത് ഈ ട്രിമ്മർ വാങ്ങിച്ചിട്ട് അതുകൊണ്ട് ഉപകാരമില്ലാത്തതുകൊണ്ട് നെയിൽ കട്ടർ തന്നെ വാങ്ങിക്കുക. അതുപോലെ ഇങ്ങനത്തെ നെയിൽ കട്ടർ വാങ്ങിക്കുക, അത് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പം ഫസ്റ്റൊക്കെ ഒരു 2-3 പ്രാവശ്യമൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല പേടിയായിരിക്കും. പിന്നെ അത് റെഡിയാവും. ഓക്കെ, എപ്പോഴും പേടിയായിക്കോണമെന്നൊന്നുമില്ല, പിന്നെ അത് റെഡിയാവും. ഓക്കെ, അത്രയേ ഉള്ളൂ ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. പിന്നെ നെയിൽ കട്ടറിൻ്റെ വില എത്രയാ, 40 റുപ്പീസോ 50 റുപ്പീസോ അങ്ങനെ എത്രയോ കേട്ടോ വന്നിട്ടുള്ളത്. ആ ഒരു വിലക്ക് നല്ല വേർത്താണ്. ഇത് വാങ്ങിച്ച ഞാനല്ല, എൻ്റെ സിസ്റ്ററാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം അറൗണ്ട് 50 റുപ്പീസൊക്കെ ആയെന്ന് വന്ന്. അപ്പം എന്താണ് ഇതിന് ആ ഒരു വിലക്ക് ഇത് നല്ല വേർത്തായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ട്രിമ്മർ ഞാൻ പറഞ്ഞില്ല, എനിക്ക് അത്ര ഗുഡായിട്ട് ഫീൽ ചെയ്തില്ല. കാരണം എൻ്റെ കുട്ടി നിന്ന് തരാത്തത് കൊണ്ട് എനിക്ക് അത്ര നല്ലതായി തോന്നിയില്ല. പക്ഷേ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ എന്താ പറയുക, അവർക്കൊക്കെ നല്ല ഉപകാരമുള്ള ഒരു പ്രൊഡക്റ്റായിട്ടാണ് ഇത് മാറിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പം എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എന്താക്കുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അല്ല പിന്നെ അതേപോലെ നമ്മളെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഞാൻ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഈ വാട്സപ്പിൽ നമുക്ക് ഈ പ്രൈവസി ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എന്താ പറയുക, നമുക്കൊരു ലിമിറ്റ് ഉണ്ട്, നമുക്കിങ്ങനെ നമ്പർ ഷെയർ ആക്കുന്നതിലൊക്കെ. അപ്പോൾ എന്താക്കുക, ഞാൻ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. പിന്നെ ഇതേപോലെ ഓരോ പ്രൊഡക്റ്റിൻ്റെയും അതേപോലെ ക്രാഫ്റ്റ് വീഡിയോസ്, അങ്ങനത്തെ വീഡിയോസ് അങ്ങനത്തെ കാണാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്താക്കുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇനി ഏതെങ്കിലും പ്രൊഡക്റ്റിനെ പറ്റി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതും ചോദിക്കുക. ഞാൻ അതിൻ്റെയൊക്കെ റിവ്യൂസ് പറഞ്ഞു. ഞാൻ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ഈ ഫസ്റ്റ് ടൈം ഉമ്മമാരാവുന്ന ആരാണെങ്കിലും നമുക്ക് ഡൗട്ടായിരിക്കും, അത് വേണോ ഇത് വേണോ, നമ്മളെ ബേബിക്ക് ഏതാണ് കംഫർട്ടബിൾ എന്നൊക്കെ. അപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് പറഞ്ഞാൽ ഞാനും എല്ലായിടത്തും സെർച്ച് ചെയ്യും. പക്ഷേ പല ആൾക്കാർ വാങ്ങും, പലരും വാങ്ങില്ല. അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ ഒരുപാട് സാധനം വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. പക്ഷേ അതിൽ തന്നെ ഒരു 75% സാധനങ്ങൾ ഞാൻ യൂസ് ചെയ്തിട്ടേ ഇല്ല. കാരണം അത് ഈ കുട്ടിക്ക് പറ്റില്ല. അത് മനസ്സിലാക്കുക. ഓരോ ബേബീസും ഓരോ പോലെയാണ്. അത് കണ്ടിട്ട് നിങ്ങൾ എന്താക്കരുത്, എല്ലാതും വാങ്ങിച്ച് കൂട്ടരുത്. ഓക്കെ, നമ്മളെന്താക്കുക, കുറേയൊക്കെ നമ്മളതിനെക്കുറിച്ച് ധൈര്യമൊക്കെ എന്താ പറയുക ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്താക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഞാൻ ഇതേപോലെ വേറെ ഒരു പ്രൊഡക്റ്റായിട്ട് എത്രയും പെട്ടെന്ന് വരാം. അപ്പം അതുവരെ എല്ലാവർക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.